എവിടെ പോവാടാ? പള്ളിയില് പള്ളിയിൽ എന്തിനാ പോണേ? സൺഡേ സ്കൂളിൽ ചേർക്കാൻ. സൺഡേ സ്കൂളിൽ ചേർക്കാൻ. എക്സൈറ്റഡ് ആണോ? സൺഡേ സ്കൂളിൽ പോയാൽ എന്തൊക്കെ അറിയാൻ പറ്റും? പഠിക്കണം, ആ ഈശോയുടെ ഫ്രണ്ട് ആവാം, ഈശോയുടെ ഫ്രണ്ട് ആവാം, കൊറേ ഫ്രണ്ട്സിനെ കിട്ടും. ഫ്രണ്ട്സിനെ കിട്ടും. പോയിട്ട് ഗുഡ് ബോയ് ആയിട്ട് വാ. അമ്പ എവിടെ പോവാ? അക്കിട്ട് എവിടെയാ? അക്കിട്ട് അക്കിയുടെ വീട്ടിൽ പോവാണോ? സൺഡേ ആണോന്ന്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതേ പാച്ചു ഡിമ്പിളുടെ മുഖത്ത് കിടക്കുന്നുണ്ട്, റെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് കുട്ടി റൂമിലായതുകൊണ്ട് കുറച്ച് നേരം പുറത്തേക്ക് വന്നിരുന്നതാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദേ സർപ്രൈസ് എൻട്രി ആയിട്ട് പപ്പയും മമ്മിയും ആഷിയും ദേ വർക്കിയും ഒക്കെ ആയിട്ട് വന്നു. വർക്കി ആകെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കീനെ കണ്ടപ്പം ജയമോൾ ആൻറ്റീനെ കേട്ടോ ഓർമ്മ വന്നത്. ജയമോൾ ആൻറ്റി എപ്പോഴും ഇങ്ങനെ ഒരു സ്മൈലിങ് ഫേസ് ആണ്, ആരെ കണ്ടാലും ഇങ്ങനെ ചിരിക്കണതാണ് കേട്ടോ. അതേ എനിക്ക് തോന്നുന്നു അവൻ ആ ഒരു ചിരിയാണ് കിട്ടിയിരിക്കുന്നത്. പുതിയതായിട്ട് വന്നാന്നോ ഒന്നും ഇല്ലായിരുന്നു. ചേട്ടന്മാരെ പിന്നെ എപ്പോഴും കാണുന്നതാണ്, പക്ഷെ വീട്ടിലോട്ട് വന്നപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ മമ്മി വേഗം, നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നല്ലോ, അപ്പോൾ മമ്മി വേഗം ജ്യൂസ് അടിച്ചു. പിന്നെ മമ്മിയുടെ ഒരു സ്നാക്കില്ലേ, മമ്മി കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് ചറപറയാണോ ചുറുചുറു ആണോ എന്തോ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, ഞങ്ങളില്ലാത്ത സമയത്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ദേ അതുണ്ടാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു ഡിവൈൻ കഴിച്ചില്ലല്ലോ, കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഇന്നും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിലെ നഗ്നസത്യം. കാരണം എല്ലാവർക്കും കൊടുത്തു വന്നപ്പോൾ എനിക്ക് വീണ്ടും കിട്ടിയില്ല. ജ്യൂസും കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ഇന്നും കിട്ടിയില്ല കേട്ടോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു കുട്ടി പരാതി പറയുന്നത് നല്ലതല്ലേ. എന്നാലും ഉപ്പ് നോക്കാൻ കിട്ടിയിരുന്നു കേട്ടോ. അതിൽ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ ആസ്വദിച്ച് കഴിച്ചാലേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവർ കഴിക്കുന്നില്ല എന്ന് ഡിംപിൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കഴിക്കണ്ടേ. വേഗം ചിക്കൻ എടുത്ത് ഡിംപിൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറിയാക്കാം, ചപ്പാത്തി എന്തെങ്കിലും ആ സമയത്ത് വാങ്ങിക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കറി വെക്കാൻ പോവാണ്. കാരണം നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റിയോണ്ട് തന്നെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് പിള്ളേരെ കുറച്ചധികം ഇഷ്ടമായിട്ട് തന്നെ വർക്ക് ചെന്നപ്പോൾ വർക്കിയുടെ പുറകെ കിടക്കായിരുന്നു. വർക്ക് എന്നെ കണ്ട വഴിക്ക് ചാടി ചിരിച്ച് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവൻ്റെ സ്മൈലൊക്കെ കണ്ടിട്ട് ജയമോൾ ആൻറ്റിയുടെ ആ ഒരു ഇതായിട്ടാണ് തോന്നിയേട്ടോ. അങ്ങനെ എന്താണ് വേഗം മമ്മി ഉപ്പ് നോക്കാൻ എടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ മിക്സറാണ്, മമ്മി പറഞ്ഞു എന്നോട് മിക്സ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അങ്ങ് മിക്സ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിൽ എന്താ എടുത്തിടുന്നത് ആലോചിക്കണേ. മിക്സ് ചെയ്ത കയ്യിൽ അങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ. കൈയൊക്കെ കഴുകിയിട്ട് തന്നെയാണ് ചെയ്തത്. ഇനി ഇതിന് കുറ്റം കണ്ടുപിടിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ. മമ്മി കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ മമ്മി ചാട്ട് മസാല ഇട്ടപ്പോൾ ആണ് നമ്മുടെ ട്രെയിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോ ഇങ്ങനെ എല്ലാവരെയും സോപ്പിട്ട് കിടക്കുകയാണ്. അപ്പോൾ മമ്മി വർക്കീനെ എടുക്കാൻ പോകുന്നതിനാണ് കേട്ടോ. മമ്മിയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ജ്യൂസ് എടുത്തല്ലോ, അപ്പോൾ ജ്യൂസ് ഇതാ എനിക്ക് ആ കുപ്പിയിൽ വേണം, എനിക്ക് ഈ കുപ്പിയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരാണല്ലോ സെറ്റ്. അങ്ങനെ അപ്പോൾ എനിക്ക് ഇന്നാണ് കേട്ടോ മനസ്സിലായത്, ചാക്കോ പാച്ചുവിനെ പോലെ തന്നെയാണ്. പാച്ചു ഡിംപിളിനെ ആയാലും ഡാഡിനെയും മമ്മീനെയും വേറെ ആരെയും അങ്ങനെ എടുപ്പിക്കില്ല, അതുപോലെ തന്നെയാണ് ചാക്കോയ്ക്കും. അത് വന്നപ്പോൾ വേണ്ട 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 എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വർക്കിയുടെ അടുത്ത് പോയി ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോണ്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ കറി വെക്കണോടാന്ന് പറഞ്ഞപ്പോൾ എവിടെ ആര് കേൾക്കാൻ. ഇതാണോ വർക്കി ഫുൾ സ്വിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ. പാച്ചു ആഷിയുടെ മടിയിലും അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ചാടി ഓടി തുള്ളി ഒന്നും പറയണ്ട. അവർ വന്നപ്പോൾ കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. എക്സൈറ്റ്മെന്റ് കൊണ്ട് തുള്ളിച്ചാടുക പറയത്തില്ലേ, ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു. പക്ഷെ ആ തുള്ളിച്ചാടൽ അവന് ശരിക്കും ഏറ്റു എന്ന് വേണം പറയണ്ട. അവന് പിന്നെ കുറച്ച് ബ്ലീഡ് ചെയ്തു. കാരണം ചെയ്തിട്ട് ഒരു 24 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അത് 8:30 ഞാൻ പറഞ്ഞു ഇനി ആരും ഇങ്ങോട്ട് വരണ്ട, ഞാൻ കഞ്ഞിയും കറിയും കറി വെക്കട്ടെ, ഇല്ലെങ്കിൽ പണി വാളുമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഡോൺ ചേട്ടൻ വരാനും ലേറ്റ് ആയി. അപ്പോൾ പിള്ളേരെ നോക്കാനും ആരുമില്ല. എനിക്ക് ആകെ മൊത്തം ടെൻഷനായി. കാരണം കൊച്ചിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. കൊച്ചിനെങ്ങാനും മറിച്ചിട്ടാ പണി കഴിയും. അങ്ങനെ എന്താ പറയുക, കുറേ നേരം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു മമ്മി അങ്ങോട്ട് പോയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു മമ്മി നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അതേ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. പാച്ചുവിന് ആകെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടെൻഷനും വേദനയും ഒക്കെ ആയിട്ട് വർക്കിക്ക് അപ്പാപ്പം പോവുമെന്നുള്ള ടെൻഷൻ. അങ്ങനെ ദേ എല്ലാവരും ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പറഞ്ഞ് ദേ പോവാണ് കേട്ടോ. അപ്പം വർക്ക് ചെയ്യണ്ട എല്ലാവർക്കും സ്തുതി കൊടുക്കാണ് കേട്ടോ. ഗുഡ് ബോയ് ആയിട്ട് എല്ലാവർക്കും നീട്ടി നീട്ടി സ്തുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പയുടെ എന്താ പറയുക ഹൃദയമാണ് വർക്ക്. പപ്പയുടെ മമ്മിയുടെ കേട്ടോ.
പപ്പയും മമ്മിയും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയ ബഹളാണ്. അപ്പൊ മമ്മി അവര് വരുന്നതിന് മുമ്പ് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഡെസേർട്ട് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നപ്പോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വർക്കിയും ഒരു 2 തൂണ്ടൽ തൂണ്ടിട്ടോ. എന്നപ്പോ അപ്പോഴാ ആശി പറഞ്ഞു അവന് മധുരം കൊടുക്കാറില്ലെന്ന് പറഞ്ഞു. പിന്നെ കൊടുക്കാൻ നിന്നില്ല ട്ടോ. അങ്ങനെ ദേ ഞാനും തോമുവും രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇന്ന് തോമുവിനെ സൺഡേ സ്കൂളിൽ ചേർക്കാൻ പോവാണ് ട്ടോ. അപ്പൊ നഴ്സറി സെക്ഷൻ ഉണ്ടല്ലോ അതില് ചേർക്കാൻ പോവാണ്. അപ്പൊ ദേ ആരോട് യാത്ര പറഞ്ഞില്ലേലും കെസ്റ്ററിനോട് യാത്ര പറയണ്ടേ. അപ്പൊ കെസ്റ്ററിനോട് തോമു പറയായിരുന്നു, "ഇനി സൺഡേ സ്കൂളിൽ എല്ലാ സൺഡേയും ഞാൻ വരുമ്പോ കെസ്റ്ററിനെ കാണാൻ വരാട്ടോ" എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വന്ന്. പക്ഷെ ഓഫീസ് തുറന്നിട്ടില്ലായിരുന്നു ട്ടോ. രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷേ ഓഫീസ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു അടിയായി. അങ്ങനെ ഞാൻ ദേ വേഗം വന്നു. വരുമ്പോ ഇക്കയുടെ കടയിൽ നിന്ന് അപ്പവും മുട്ടക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പൊ ദേ ഡോൺ ചേട്ടൻ അപ്പവും പാലും ഒഴിച്ച് കഴിക്കുകയാണ്. എന്നിട്ട് അപ്പനും മോനും കൂടെ മാർക്കറ്റിൽ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഗ്യാപ്പില് ചോറ് വെച്ച് വെക്കാം. മീൻകറിക്കുള്ള തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഡോൺ ചേട്ടൻ വരിക കറി വെക്കുക. ഇനി ഡാഡിയും മമ്മിയും ഒക്കെ വരണുണ്ട്. ഡാഡി ഞാൻ വന്നപ്പം എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ എന്താ പറയാ, തോമു ആകെ ഉറക്കച്ചടവിലാണ് ട്ടോ. നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് തന്നെ ഒരു രക്ഷയില്ല. അവനിങ്ങനെ കാണുന്നിടത്തൊക്കെ തൂങ്ങി തൂങ്ങി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വേഗം കാപ്പി ഇട്ട് കുടിച്ചു ട്ടോ. ഞാൻ ഇൻസ്റ്റാമാർട്ടിന്ന് കഴിഞ്ഞ ദിവസം ഒരു കോഫി പൗഡർ വാങ്ങിച്ചിരുന്നു. ഭയങ്കര ടേസ്റ്റ് ട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ദേ 9:30 ആയിട്ടുണ്ട്. മമ്മി എഴുന്നേറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് അവര് പോവും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഗേറ്റ് തുറന്നിട്ടില്ല. ഇന്നാണെ അവര് കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തു ട്ടോ. അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ചുമ്മാ ചായയും കുടിച്ച് നിൽക്കുക. അപ്പൊ നമുക്ക് ഗേറ്റ് തുറന്നിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോ ദേ മമ്മിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഡാഡി ഓൾറെഡി കാറിൽ കയറി ഇരിക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു ഞായറാഴ്ച. അപ്പൊ ഇവര് പോയിട്ട് വേണം എനിക്ക് എന്റെ പണികൾ തുടങ്ങാനായിട്ട് ട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങട് ടാറ്റ പറഞ്ഞ് ഇങ്ങട് ടാറ്റ പറഞ്ഞ് ആകെ മൊത്തം ഡിലേ വരും ട്ടോ. അങ്ങനെ വലിയതൊന്നുമില്ല. ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത് ചോറും മീൻകറിയും, മീൻ വറുത്താ പിള്ളേര് കഴിക്കും. ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഞങ്ങള് ഞായറാഴ്ച എന്തായാലും ബീഫ് റോസ്റ്റ് ചെയ്യാറുണ്ട് ട്ടോ. ദേ ചാക്കോയും അപ്പയും മാർക്കറ്റിൽ പോയിട്ട് വന്നു. ഇനി ചാക്കോ അകത്ത് കേറില്ല. എന്താന്ന് വെച്ചാല് അവന് അക്കിയുടെ വീട്ടില് പോണം. അത് മൂപ്പർക്ക് നിർബന്ധാണ് ട്ടോ. ഞായറാഴ്ച എങ്ങനെയാണ് കുട്ടി അറിയുന്നതെന്ന് എനിക്കറിയില്ല. അക്കിയുടെ അവിടെ പോണം എന്നുള്ളത് അവനൊരു നിർബന്ധമായ കാര്യമാണ്. അക്കിയും അവനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ട്ടോ. സൺഡേ ഇവൻ വരുമെന്ന് അവരും പ്രിപ്പയർഡ് ആയിരിക്കും. അവനെ കാത്തിരിക്കും. വന്നില്ലെങ്കിൽ വിളിച്ച് ചോദിക്കും എന്താ വരാഞ്ഞെന്നൊക്കെ വിളിച്ച് ചോദിക്കും. നമ്മള് കുറച്ച് ദിവസമായി അക്കീനെ കാണാൻ പോയിട്ടൊക്കെ. ആകെ മൊത്തം തിക്കും തിരക്കും ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ വളരെ കുറഞ്ഞു ട്ടോ. നമ്മുടേതായ കുറേ തിരക്കുകൾ വന്നു. അങ്ങനെയൊക്കെ. അപ്പൊ ഇവരെ പറഞ്ഞു വിട്ടിട്ട് അപ്പൊ നോൺ വെജ് വന്നല്ലോ. അപ്പൊ ഞാൻ വേഗം മീൻ കറി വെക്കാനുള്ള മീൻ ആദ്യം കഴുകി എടുത്തിട്ട് അത് വെച്ച് വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാന്ന് വെച്ചിട്ടാ. തോമുനെ ഞാൻ ഫുഡ് കൊടുത്ത് സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. ഹാളിൽ ഇരുത്തിയിട്ടുണ്ട് ട്ടോ. ഡിംപിളും പാച്ചുവും നല്ല ഉറക്കാണ് ട്ടോ. പാച്ചുവിന് ഈ പറഞ്ഞ പോലെ നല്ല വേദന ഉണ്ടായിരിക്കണം. അപ്പോൾ അവൻ നല്ല ഉറക്കാണ്. രാത്രിയൊന്നും കുഴപ്പമില്ലായിരുന്നെന്നാണ് പറഞ്ഞത് ട്ടോ. അപ്പോൾ അവര് വരുന്നതിനൊക്കെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ എൻ്റെ പരിപാടി കഴിയണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ദേ മീനും ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മീൻകറി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാന്ന് ഞാൻ വിചാരിച്ചു ട്ടോ. ദേ 10:15 ഓൾറെഡി. അപ്പോൾ തൃശ്ശൂർ മീൻകറിയുടെ മെയിൻ സംഭവം ഈ ഒരു തിരുമ്മലിലാണ് ട്ടോ ഇരിക്കുന്നത്. ഉള്ളിയും പച്ചമുളകിലെ തിരുമ്മലിലാണ് ഇരിക്കുന്നത്. മീനും ഇറച്ചിയൊക്കെ ഞാൻ കഴുകി വെച്ചു. ഇനി ബീഫും കൂടെ മാത്രം കഴുകി വെച്ചാൽ മതി. മീൻകറി സൈഡിൽ കൂടെ റെഡി ആവുന്നുണ്ട്. സമയം എത്രയായി? 10:30 ആവുന്നു ട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഞായറാഴ്ച ക്ലോക്കിൽ നോക്കിയിട്ടാണ് എൻ്റെ ജീവിതം ഇരിക്കുക. അപ്പം ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കീടെ അവിടെ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തോളൂന്ന് ട്ടോ. കാരണം അതൊരു കാഴ്ച തന്നെയാണ്. അവര് രണ്ടുപേരുടെയും ഞായറാഴ്ച മീറ്റിംഗ് ട്ടോ. അവനോട് ഇന്ന് എന്താ പറയാ എനിക്ക് കാണണം അതാണ് ഇതാണ് പോണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിന്ന് നിപ്പിൽ കൊണ്ടുപോകും ട്ടോ. അവരുടെ സംഭാഷണങ്ങൾ കേൾക്കാനും നല്ല രസമാണ്. പേപ്പറിനോടുണ്ടെങ്കിൽ ഉഷാറാവും ട്ടോ. അത് അവരുടേതായ ടൈമിലാണ് അവര് കിന്നിരിക്കുകയൊക്കെ ട്ടോ. ബാക്കി എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ബെഡിലാണ് ആളിരിക്കുന്നത്. അപ്പൊ ആൾക്ക് ദേ ആള് ഡയറ്റിങ്ങിലും ക്ഷീണവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ട്ടോ. ക്ഷീണമുണ്ട്. നല്ലപോലെ ക്ഷീണിച്ചു ആള്. അങ്ങനെയൊക്കെ ഇരിക്കണു ട്ടോ. അപ്പൊ ദേ അക്കിയുടെ മേക്കപ്പ് ബോക്സിലാണ് ചാക്കോച്ചന്റെ പണി. അപ്പൊ അക്കി പറയാണ് എനിക്ക് മേക്കപ്പ് ഇട്ട് തായോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് വേഗം തിരിച്ചു വന്നു ട്ടോ അവര്. വന്നു ട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വരണേ. കാരണം തോമുനെ ഇനി തിരിച്ച് പള്ളിയിൽ കൊണ്ടുപോയിട്ട് സൺഡേ സ്കൂളിൽ ചേർക്കണം. നമ്മള് അഡ്മിഷൻ പോലെ എടുക്കണം ട്ടോ. അതിന് ഇത് ഈ ഞായറാഴ്ച കൊണ്ട് വൈകിയാൽ പിന്നെ അടുത്ത ഞായറാഴ്ച തൊട്ട് ക്ലാസ് തുടങ്ങും. പിന്നെ അതൊരു ഡിലേ വരും. അങ്ങനെ ദേ ഞാൻ ചോറ് ഊറ്റി തുടങ്ങി. കാരണം ആ കുക്കറിൽ വേണം ഇനി ബീഫ് വേവിക്കാനിടാനായിട്ട് ട്ടോ. അപ്പൊ ഡോൺ ചേട്ടനോട് ഞാൻ പറയാണ് മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂന്ന്. എൻ്റെ ഒഫീഷ്യൽ ടെസ്റ്ററാണ് ഡോൺ ചേട്ടൻ ട്ടോ. അപ്പം ഡോൺ ചേട്ടൻ പറയും എല്ലാം എല്ലാം ഇരിപ്പുണ്ട്. ഉപ്പ് മാത്രം മൂപ്പര് കുറവ് പറയട്ടെ. അതെല്ലാത്തിനും പറയും. അങ്ങനെ ദേ ചോറൊക്കെ ഊറ്റി കുക്കർ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ ബീഫ് നല്ലപോലെ തിരുമ്മി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ്.
അതിനുശേഷം അത് ഗ്യാസിൽ വെച്ചതിന് ശേഷം ഞാൻ ദേ നോൺ വെജുകളെല്ലാം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഫ്രിഡ്ജിൽ കയറ്റണം. ദേ പാത്രം കഴുകാനുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതെ ഇപ്പൊ തോമു പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. രാവിലത്തെ സെയിം കോസ്റ്റ്യൂം തന്നെയാണ് കേട്ടോ. ഏഹ് അധികം വിയർത്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് തന്നെ ഇട്ടിട്ട് പോവാൻ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് വേറെ സ്കൂളിൽ പോവാം. എനിക്ക് വേറെ കുറെ ഫ്രണ്ട്സിനെ കിട്ടും. ഈശോയുടെ ഫ്രണ്ട് ആവാം. അങ്ങനെ കുറെ ഡയലോഗുകൾ മൂപ്പര് പറയും കേട്ടോ. ഞാനും വിചാരിച്ചു ഇഷ്ടത്തോടെ പോകുമ്പോഴേ അതൊരു ഗുമ്മുള്ളൂ. നമ്മൾ പിടിച്ച് വലിച്ച് ഉന്തി തള്ളി വിടുമ്പോൾ അവനും ദേഷ്യമാവും, നമുക്കും അതിലേറെ ദേഷ്യം വരും കേട്ടോ. അപ്പൊ നീ ചാക്കോച്ചനെ പറ്റിച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. ഇത് നമ്മുടെ ഫാമിലി കാർഡാണ്. പള്ളിയിൽ ഓരോ ഇതിന്റെ കാർഡ്, മെമ്പേഴ്സിന്റെ ബുക്ക് കാണുമല്ലോ, ആ കാർഡ് എടുത്തോണ്ട് പോവാണ്. അങ്ങനെ ദേ അപ്പയും മോനും പോവാണ്. ചാക്കോട് പറഞ്ഞു സ്കൂളിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നാലും വലിയ സന്തോഷം ഇല്ലായിരുന്നു. അങ്ങനെ ദേ പാച്ചു ഫുൾ ഓൺ റെസ്റ്റിലാണ് കേട്ടോ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആണ്. എന്നെ കണ്ട ഞാനാണിപ്പോ അവന്റെ ശത്രു. കാരണം ഞാനാണ് ഡ്രസ് ചെയ്യുന്ന ആൾ. അപ്പോ വലിയ സുഖമൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. എന്നാണോ എന്നെ തിരിച്ചടിക്കുന്നത് എനിക്ക് അറിയില്ല. സൺഡേ സൺഡേ സ്കൂൾ. സൺഡേ സ്കൂൾ ആ അവിടെ റെസിറ്റ് കാണിച്ചാ വേണ്ട വേണ്ട. നമ്മളെ വണ്ടിയിലെ സ്പീഡ് കൊണ്ടായിരുന്നു, പറപ്പിച്ച് കൊണ്ടായിരുന്നു. ആണോ? റോക്കറ്റ് പോലെ. റോക്കറ്റ് പോലെ പറപ്പിച്ചു. ഈ ഒരു ഗേറ്റ് ഇവിടെ ചോദ്യചിഹ്നമായിട്ട് കുറച്ച് ദിവസമല്ല, കുറച്ച് മാസങ്ങളായി. അപ്പൊ അതിന്റെ ചർച്ചകളാണ് നടക്കുന്നത്. അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയ ചോദിച്ച് മടുത്തു. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ ഇപ്പൊ അധികം അങ്ങനെ ഇടപെടാറില്ല. കാരണം ഐഡിയകളൊന്നും ഏൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ പറമ്പ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്തു. അത് ഇപ്പൊ നോക്കാൻ ഡോൺ ചേട്ടനെ ഗോതയിലേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. 12:30 ആയപ്പോ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ്, മീൻ വറുത്തത് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാരും ഓരോ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദേ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഡാഡി നിൽക്കുന്നുണ്ട്. പിള്ളേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആകെ മൊത്തം തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഈ ശനിയും ഞായറും എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഉറക്കം പോയതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഉറങ്ങിയപ്പം എനിക്ക് ലേറ്റ് ആയി. ഞാൻ ഇപ്പോഴാണ് മമ്മി ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്താണ് ഇപ്പൊ എനിക്ക് ഉറക്കം വരാൻ കാരണമെന്ന്. അതിന് ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ചാക്കോച്ചന് ഭക്ഷണം കൊടുത്തിട്ട് ഒതുക്കാം. അല്ലെങ്കിൽ ചാക്കോച്ചന് കുറേ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കാരണം ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം അവനെ ഒതുക്കാന്ന് വിചാരിച്ചു. തോമുനെ പിന്നെയും നമുക്ക് പറഞ്ഞിരുത്താം. വാ ഇന്ന് വരുത്. വാ 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 ആ വാ 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 ആ വാദിത് ചെടിയെ വാനമാതരെ വാദിത് ചെടിയെ വാനതും വാ 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 ആ വാദിത് ചെടിയെ വാനകമ്മന്തിനെ വാദിത് ചെടിയെ വാമതരെ വാ 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 ആ വാ ആ വാ ബനാന പോട്ടെ ബനാന banana de kutedamo banana de kaitamo kute de kaine madadete adetna kadamidamo dadare ഇത് പാട് തൂക്കി തൂക്കി പാട് തൂക്കി തൂക്കി ചമന മരത്തെ മോരി ചൂക്കി തമന മര മോരി തൂക്കി ചമന തൂക്കി പോപ്പി തൂക്കി ചമന മര തൂക്കി ചമന മരത്തെ മോരി തൂക്കി ചമന മരത്തെ മോരി തൂക്കി കഴിഞ്ഞാ മദര മദര വേറെ ഏതാ പാട്ടുള്ള നീ ഏ ബനാന പാടി വേറെ പാട് വേറെ ഏതള്ള വായാട്ടു അന്ന വായറ്റു പാട് വാദിത് അത് പാടി വേറെ പാടറാ വായാട്ടു വായറ്റു പാടി വേറെ ഏതള്ള കെദീദ
കോടക്കള്ള Kai. ഏ Kai. ആ കൈ കൈ പാട് Kai. ഉം. ചെഞ്ഞ എന്നിട്ടാണോ എന്റെ പേര് പറയണേ? ഞാൻ ലീല പാച്ചു ലീലമാമയുടെ ആധാരം ചോദിച്ചിട്ടുണ്ട്, തരുമോന്നറിയില്ല. സോപ്പാണോ പാച്ചു? പാച്ചു പൊട്ടിച്ചിരിക്കി. പാച്ചു ഹാപ്പിയാണോ? പാച്ചു ഹാപ്പിയാണോ? ഡിവൈനോട് ദേഷ്യമൊക്കെ മാറിയോ? ഞാൻ ജന്മശത്രുവായി. ഞാൻ പാച്ചുവിനോട് പറഞ്ഞു വീഡിയോ എടുക്കാം അവിടെ. അപ്പൊ ഡോക്ടർക്ക് അയച്ചു കൊടുക്കാട്ടെ ഡിംപിളെ. അപ്പൊ ആ ഡോക്ടർ നേരെ ഇങ്ങോട്ട് വരും. ആ വേണ്ട, ഡിവൈന് ഇഷ്ടാണോ? ഒത്തിരി ഇഷ്ടാണോ? ഡിവൈനെ ആണോ ഡാഡിനെ ആണോ ഇഷ്ടം? പറ ഡിവൈനെ ആണോ മമ്മീനെ ആണോ ഇഷ്ടം? ഇന്നലെ പക്ഷെ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ. അതെ, ഡിവൈൻ ഡ്രസ് ചെയ്യണോ അതോ ഡോക്ടർ ഡ്രസ് ചെയ്യണോ? ആരാ മരുന്ന് വെച്ച് തരണ്ടേ? ഡോക്ടർ മതിയോ? ഡിവൈൻ വേണോ ഡോക്ടർ വേണോ? ആ കുളിക്കണ്ട. ആരാ മരുന്ന് വെച്ച് തരണ്ടേ? ഡോക്ടർ മതിയോ? ആരാ വെച്ച് തരണ്ടേ? നീയോ? അതാരാ? പേരെന്താ? പറ. എന്നാ പിന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോടാ, ഒരു മരുന്ന് വെച്ചോളൂ. ഡോക്ടർ വെക്കണോ ഡിവൈൻ വെക്കണോ? ആ ഡാഡിനെ ആണോ ഡിവൈനെ ആണോ ഇഷ്ടം? വന്നു, സപ്പോർട്ട് സിസ്റ്റം വന്നു. നമുക്ക് ഇന്നലെ കുറച്ചു നേരം ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. പക്ഷേ പിന്നെ പാച്ചു സുഖമായിട്ട് ഉറങ്ങിയില്ലേ? വൈകുന്നേരം വേഗം ഉറങ്ങിയില്ലേ? കുളിക്കിന്റെ നിറച്ചഴുക്കുണ്ടാവും. അതൊക്കെ കളഞ്ഞിട്ട് വേറെ പുതിയ തുണി വെക്കിന്റെ. എന്തായാലും പുതിയ തുണിയൊക്കെ മേടിച്ചിരുന്നുണ്ട്. പുതിയത് വാങ്ങിച്ചോ ഡാഡി? മൂടി വെച്ചോ? വെള്ളം ചൂടാക്കി